വീണ്ടും നമ്മൾ മഞ്ചേരിയിലേക്ക് പോവുകയാണ്. അവിടെ പി വി അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. പി വി അൻവർ അവിടേക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയോ? എപ്പോഴായിരിക്കും വേദിയിലേക്ക് എത്തുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേർ അവിടേക്ക് എത്തുമെന്നതാണ് ഏറെ ആകാംക്ഷ. മഴ വില്ലനായി നേരത്തെ തുടർന്നിരുന്നു. മഴയ്ക്ക് ശമനമുണ്ടോ? വിവിധ ഇടങ്ങളിൽ നിന്നായി പ്രവർത്തകർക്ക്, പി വി അൻവർ അനുകൂലികൾക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞോ? അങ്ങനെ വേദികൾ വീണ്ടും നിറയുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടതിനും അപ്പുറത്തേക്ക് വേദികളിൽ ആളുകൾ വന്ന് ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മഴയ്ക്ക് അങ്ങനെയെങ്കിൽ നേരിയ ശമനം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അരുൺ അമർനാഥാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അരുൺ, നേരത്തെ സുഖമൊക്കെ വലിയ പ്രതീക്ഷ പി വി അൻവർ അനുകൂലികൾ പങ്കുവച്ചിരുന്നു. വലിയ തോതിൽ നമ്മൾ കാണുന്നതിനും അപ്പുറത്തേക്കായിരിക്കും പ്രവർത്തകർ എത്തുക എന്ന് പറഞ്ഞു. പക്ഷേ വില്ലനായി മഴയുണ്ട് എന്ന പ്രതികൂല സാഹചര്യവും വിവരിച്ചിരുന്നു. മഴയ്ക്ക് ശമനമുണ്ടോ? എപ്പോഴായിരിക്കും കൃത്യസമയം പി വി അൻവർ ആ വേദിയിലേക്ക് എത്തുക? രാഷ്ട്രീയ വിശദീകരണ യോഗം ആരംഭിക്കുക? അവിടെ നിന്ന് ഇപ്പോൾ വേദിയിൽ ഞാനിപ്പോൾ വസതിയിലാണോ, അൻവറിന്റെ വസതിയിലാണുള്ളത്. വേദിയിൽ നിന്ന് ഷഹീദൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും അവിടെ മഴ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ നോക്കുമ്പോൾ 5:30 കൂടി തന്നെ ആ നിലമ്പൂരിലെ വേദി പൂർണ്ണമായി നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇന്ന് അത്രയും ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകർ അത്തരത്തിലുള്ള വലിയ ആത്മവിശ്വാസം ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൻവർ ഉയർത്തിയ നിരവധിയായ ആരോപണങ്ങളുണ്ട്. ADGP ബന്ധപ്പെട്ട് പൂരം കലക്കൽ, ഫോൺ ചോർത്തൽ, സ്വർണ്ണക്കടത്ത്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള 8 പരാതികൾ. ഇതൊക്കെ പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്, അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഇതേ മോട്ടോ തന്നെയാണ് അൻവർ ഉപയോഗിച്ചതും ഈ തുടക്കം മുതൽ ഇതുവരെ. എന്നെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലെടുക്കേണ്ട, ഞാൻ ഉന്നയിച്ച വിഷയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ഒരു മൈക്ക് സെറ്റുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു വെച്ച പി വി അൻവറിനെ നമ്മൾ തുടക്കത്തിൽ ഓർക്കണം. അത്തരത്തിലാണ് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും ആ സസ്പെൻസ് അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ പി വി അൻവർ നീങ്ങുന്നു, ചടുല നീക്കങ്ങൾ നടത്തുന്നു, DMK നേതാക്കളുമായി കാണുന്ന ചിത്രങ്ങൾ. ഇപ്പോൾ അതിനൊരു നിൽക്കുന്ന ആളുകളൊക്കെ ഈ ഗൂഡല്ലൂരിൽ നിന്നൊക്കെ വന്ന DMK പ്രവർത്തകരാണോ? അവർ ഉപയോഗിക്കുന്നത് പി വി അൻവറിന്റെ മുഖമാലേഖനം ചെയ്ത കൊടിയാണ്. ഒപ്പം അവർ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ഷാൾ അത് DMKയുടെ പാർട്ടിയുടെ ഷാളാണോ അണിഞ്ഞിരിക്കുന്നത്? അവരൊക്കെയും എന്ത് നിലപാടിനൊപ്പമെന്നാണ് പറയുന്നത്? ഇപ്പോൾ അൻവറിന്റെ വസതിയിലെത്തിയത് ഗുഡല്ലൂരിൽ നിന്നുള്ള ആളുകളല്ല, അത് നിലമ്പൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ ഇത്തരത്തിൽ തന്നെ DMKക്ക് സമാനമായ പതാക, ചുവപ്പും കറുപ്പും കലർന്ന പതാക, ഒപ്പം തന്നെ അൻവറിന്റെ ചിത്രം പതിഞ്ഞിരിക്കുന്ന പതാകകൾ, ഈ വാഹനത്തിലുള്ള ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ, അത്തരത്തിൽ എല്ലാം കൊണ്ട് സജ്ജീകരണങ്ങളുമായി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അൻവറിന്റെ വലിയ ഫ്ലക്സുകളൊക്കെ ഈ വീടിനും മുന്നിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്നുള്ള DMK പ്രവർത്തകർ ആ മഞ്ചേരിയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള പ്രവർത്തകരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. DMK പ്രവർത്തകർക്കിടയിൽ തന്നെ നേരത്തെ നമ്മളൊരു വാർത്ത കണ്ടിരുന്നു, DMK വക്താവ് ഉൾപ്പെടെ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു വാർത്ത. അതിനിടയിൽ കൂടി DMK, ഈ അൻവറിന്റെ DMK ഈ ഒരു രാഷ്ട്രീയ മൂവ്മെന്റിന് വലിയ പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ES ഉൾപ്പെടെയുള്ള ഈ അണികൾ, ഈ അനുകൂലികൾ, അൻവർ അനുയായികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷ അവർക്കിടയിൽ നിലനിൽക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രവർത്തകർ എത്തും എന്നുള്ള ഒരു അവകാശവാദം അൻവർ ഉന്നയിച്ചതുപോലെ തന്നെ സമയത്തിനകം വസതിയിൽ നിന്നും ഇറങ്ങും. അപ്പോൾ ആ ദൃശ്യങ്ങൾ അരുൺ അമർനാഥ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തെങ്കിലും പ്രതികരണം അവിടെ വെച്ച് നടത്താനുള്ള സാധ്യതയില്ല. അദ്ദേഹം വേദിയിലായിരിക്കും ഒരുപക്ഷെ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ആ നിമിഷം നമുക്ക് കാണാം. വേദിയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നേരത്തെ നമ്മൾ കണ്ടതിനും അധികം കുറച്ചുകൂടി ആളുകൾ കസേരകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മഴ പ്രധാനപ്പെട്ട ഒരു വില്ലനായി ഈ സമയം മാറുന്നുണ്ട്.